ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് തോൽവി. ഇന്ന് പരാഗ്വയോടാണ് ബ്രസീൽ തോൽവി വഴങ്ങിയത്. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു പരാഗ്വയുടെ വിജയം. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിന്റെ 4ാം തോൽവിയാണിത്. മത്സരത്തിൽ ആദ്യ 15 മിനിറ്റിൽ സിംഹഭാഗവും പൊസഷൻ ബ്രസീലിനായിരുന്നു. എന്നാൽ 20ാം മിനിറ്റിൽ പരാഗ്വെ ലീഡെടുത്തു. ബോക്സിന് പുറത്തു നിന്നൊരു റാസ്പിംഗ് ഷോട്ടിലൂടെ ഇന്റർ മയാമി യുവതാരം ഡിയാഗോ ഗോമസ് ആണ് മത്സരത്തിലെ വിധി നിർണയിച്ച ഗോൾ നേടിയത്. ഇന്ന് ആദ്യ ലെവലിൽ വിനീഷ്യസ്, എൻട്രിക്, റോഡ്രിഗോ എന്നിവരെയാണ് ബ്രസീൽ കോച്ച് കളത്തിലിറക്കിയത്. എന്നാൽ വണ്ടർ കിഡിന് പന്ത് കിട്ടാതെ വന്നതോടെ ആദ്യ പകുതിക്ക് ശേഷം പിൻവലിച്ചു. രണ്ടാം പകുതിയിലും ബ്രസീൽ പന്താധിപത്യം സ്ഥാപിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്കായില്ല. ഇതോടെ പരാജയം ഏറ്റുവാങ്ങി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 71% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. എന്നാൽ ബ്രസീൽ ആകെ തൊടുത്തത് 9 ഷോട്ടുകൾ മാത്രമാണ്. 3 എണ്ണമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 552 പാസുകൾ 87% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. പരാഗ്വെ 7 ഷോട്ടുകളാണ് തൊടുത്തത്, 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ പരാഗ്വെ 9 പോയിന്റുമായി ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 8 കളികളിൽ 3 വിജയവും 1 സമനിലയും 4 തോൽവിയുമായി 10 പോയിന്റോടെ ബ്രസീൽ 5ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.